അല്ലാഹു നിങ്ങൾക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതിൽ നിന്ന് എനിക്ക് തരണം നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ മലർത്തി നിന്നൊരു നേരമായിരുന്നു അത്. തങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഫഅർസല ഇലാ ബഅദി നിസാഇഹി, അവിടുത്തെ പെണ്ണുങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഈ പച്ചപ്പാവമായ മനുഷ്യന്? യാ റസൂലല്ലാഹ്, നബിയേ, മാ മഅനാ ഇല്ലൽ മാ, കുടിക്കാനുള്ള വെള്ളമല്ലാതെ നമ്മുടെ കയ്യിലില്ല നബിയേ. കുടിക്കാനുള്ള വെള്ളമല്ലാതെ മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. ഓരോരുത്തരുടെ വീട്ടിലും അന്വേഷിച്ചിറങ്ങിയപ്പോൾ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് കണ്ടപ്പോഴാണ് സഹായം തേടി വന്ന പാവമായൊരു സ്വഹാബിയോട്, ഒരു അറാബിയോട് അല്ലാഹുവിൻ്റെ റസൂൽ കൈമലർത്തി പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. സ്വഹാബികളെ, ഈ രാത്രി ഈ ഒരു അതിഥിയെ ആരാണ് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഇവരെ സൽക്കരിക്കാൻ തയ്യാറുള്ളത്? ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നു. മറ്റാരുമല്ല, അബൂ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അവരുടെ ഭാര്യയുണ്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ഉമ്മു സുലൈമിനോട് ചോദിച്ചു, ഉമ്മു സുലൈം, നമ്മൾക്കൊരു അതിഥിയുണ്ട്, ഭക്ഷണമുണ്ടോ വീട്ടിൽ? നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വെച്ച ഭക്ഷണമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. സാരമില്ല ഉമ്മു സുലൈം, കുട്ടികളോട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇന്ന് ഭക്ഷണമില്ലെന്ന് അവരറിയിച്ച് കുട്ടികൾക്ക് ഒരുക്കി വെച്ച ഭക്ഷണം നമുക്ക് അതിഥിക്ക് കൊടുക്കണം. ഇത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയാണെന്ന് അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു. എന്താണ് ആ ജീവിതമൊക്കെ മുഅ്മിനെ? ഭക്ഷിക്കാൻ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. നമ്മളൊക്കെ എത്ര നിഅമത്തിലാ. മൻ അസ്ബഹ ഫീ സിർബിഹി ആമിനൻ മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫിരിഹാ. ഏതൊരു മനുഷ്യനും രാവിലെ നേരം പുലരുമ്പോൾ മൻ അസ്ബഹ ഫീ സിർബിഹി ആമിന, തൻ്റെ കൊച്ചുകൂരയിൽ നിർഭയനായി നേരം പുലരുകയും മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് അപകടങ്ങളൊന്നും സംഭവിക്കാതെ കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതെ നേരം പുലർന്നാൽ വഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസം ആ ഒരൊറ്റ ദിവസത്തിൻ്റെ ഭക്ഷണമല്ലാതെ മറ്റൊന്നും കയ്യിലില്ലാതെ ഒരാൾ നേരം പുലർന്നാൽ തന്നെ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫിരിഹാ, ലോകം മുഴുവനും അവൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതിൻ്റെ തുല്യമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പരാതി പറയാണ്, എനിക്കതില്ലല്ലോ, ഇതില്ലല്ലോ, എൻ്റെ വീട് അത്രക്കായില്ലല്ലോ, എൻ്റെ വാഹനം അത്രക്കായില്ലല്ലോ, എനിക്കിത് കിട്ടിയില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ. അള്ളാഹു തന്നതിന് നമ്മൾ ശുക്ർ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവേ, കാണാനുള്ള 2 കണ്ണ് നീ തന്നുവല്ലോ അല്ലാഹ്, അത്ര നിഅമത്താണല്ലോ. കേൾക്കാൻ കാതുകൾ തന്നുവല്ലോ അല്ലാഹ്, ഭക്ഷണം രുചിക്കാനുള്ള നാവ് തന്നുവല്ലോ, അത് ചവച്ചരക്കാനുള്ള പല്ലുകൾ തന്നുവല്ലോ, കൈകാലുകൾ തന്നുവല്ലോ. പടച്ചവനെ, എൻ്റെ ഹാർട്ട്, എൻ്റെ കിഡ്നി, എൻ്റെ ലിവർ, എൻ്റെ ശരീരം, ഇതൊക്കെ നീ തന്നതാണല്ലോ അല്ലാഹുവേ എന്ന് തിരിച്ചറിഞ്ഞ് ശുക്ർ ചെയ്യേണ്ടതിന് പകരം അശ്ശക്വാ അലൽ മഫ്ഖൂദ്, ഇല്ലാത്തതിൻ്റെ പേരിൽ പരാതി പറയുന്നത്, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല മുഅ്മിനെ. നമ്മളൊക്കെ ലോകം കയ്യിൽ അല്ലാഹു തന്നതിന് തുല്യം നേരം പുലരുന്നവരാണ്. അല്ലാഹു ആ നിഅമത്ത് നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഉമ്മത്തിൽ അല്ലാഹു നിലനിർത്തട്ടെ. പക്ഷേ ഈ നിഅമത്ത് എങ്ങനെ ചെലവഴിക്കണം? സ്വഹാബിമാർ കൊണ്ടുപോകുന്നത് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരു വീട്ടിലേക്ക്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബി അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മു സുലൈം, മക്കളോട് നിങ്ങൾ പറയണമെന്ന് ഭക്ഷണമില്ലെന്ന്. എന്തെങ്കിലും അല്ലിലീഹിം, അവരോട് എന്തെങ്കിലും ഒരു കാരണം പറയാം. എന്നിട്ട് നമ്മുടെ അതിഥി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നാൽ ഫഅത്ഫിഇ അസ്സിറാജ, നിങ്ങൾ വിളക്ക് ഊതിക്കെടുത്തണം. ഞാനും അതിഥിയുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്ന പോലെ ആംഗ്യം കാണിക്കും. ഇരുട്ടായാൽ അതിഥി കാണില്ലല്ലോ ഞാൻ കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന്. മുഴുവൻ ഭക്ഷണവും അതിഥി കഴിക്കട്ടെ. അതുകൊണ്ട് അതിഥി ഭക്ഷണം കഴിക്കാനിരുന്നാൽ വിളക്കണക്കണം. ഉമ്മു സുലൈം, നമ്മൾ പട്ടിണി കിടന്നാലും നമ്മുടെ അതിഥി പട്ടിണി കിടന്നുകൂടാ.
അങ്ങനെ അതിഥിയെ സൽക്കരിച്ചു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നേരം പുലർന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അബാ ത്വൽഹ, അല്ലയോ അബൂ ത്വൽഹ, ലഖദ് അജിബല്ലാഹു മിൻ സുനീഇകുമാ അൽ-ലൈല, ഇന്നലെ രാത്രി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും അതിഥിക്ക് സൽക്കാരം ചെയ്തത്, അതിഥിക്ക് ഭക്ഷണം കൊടുത്തത്, അത് അല്ലാഹുവിന് വളരെ മേൽ ഇഷ്ടമായിട്ടുണ്ട്. അബൂ ത്വൽഹ, നിങ്ങൾ ചെയ്ത ഈ സാക്രിഫൈസ്, നിങ്ങളുടെ മക്കൾക്ക് ഉള്ളത് പോലും മാറ്റിവെച്ച് അതിഥിക്ക് കൊടുത്തില്ലേ, ഇത് അല്ലാഹുവിന് ഇഷ്ടമായിട്ടുണ്ട്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖ, നിങ്ങൾ ചെയ്യുന്ന ദാനം അല്ലാഹുവിന് ഇഷ്ടമാണ് അബൂ ത്വൽഹ, ഇത് അല്ലാഹുവിന് ഇഷ്ടമായിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് അല്ലാഹു ഖൈർ തരും, അത് അല്ലാഹു നിങ്ങൾക്ക് ഖൈർ തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് നബിയിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. അൽ മുവാസ, അൽ ഈഥാർ, അൽ ഇൻഫാഖ്, അൽ ഇക്റാം, അങ്ങേയറ്റം നമ്മുടെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ഹൃദയം, ഇത് മുസ്ലിമിൻ്റെ ഹൃദയമാണ്. തനിക്കില്ലെങ്കിൽ പോലും തൻ്റെ കൂട്ടുകാരന്, തനിക്കില്ലെങ്കിൽ പോലും തൻ്റെ അയൽവാസിക്കുണ്ടാകണേ എന്നാഗ്രഹിക്കുന്ന ഹൃദയം, അത് മുഅ്മിനിൻ്റെ ഹൃദയമാണ്. അള്ളാഹു അങ്ങനെ നമ്മാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നത് വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ, മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്. വയൂസിറൂന അലാ അൻഫുസിഹിം, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും അവർ മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നവരാണ്. വലൗ കാന ബിഹിം ഖസ്വാസ, അവർക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർ. ഇത് പഠിച്ചെടുത്തിട്ടുണ്ട് നബിയിൽ നിന്ന്. അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളാണ് ഇതിൻ്റെ മാതൃക, തങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. എന്താണെന്നറിയോ? മനുഷ്യനെ നശിപ്പിക്കുന്നത് സമ്പത്താണ്. നബി തങ്ങൾ പറയുമായിരുന്നു, യശീബു ഇബ്നു ആദം വയശുബ്ബു ഫീഹി ഖസുലതാൻ, മനുഷ്യന് പ്രായം വർദ്ധിക്കുന്തോറും യൗവനം പ്രാപിക്കുന്ന രണ്ട് സ്വഭാവങ്ങളുണ്ട്. മനുഷ്യന് പ്രായം കൂടുന്തോറും രണ്ട് സ്വഭാവങ്ങൾക്ക് യൗവനമാണ്. ഒന്ന് അൽ ഹിർസു, ഒന്ന് അത്യാർത്തിയാണ്, സമ്പത്തിനോടുള്ള അത്യാർത്തി. വൽ അമൽ, ജീവിതത്തിൽ ഇനിയും ഒരുപാട് പ്രതീക്ഷകളുമായി മനുഷ്യൻ ജീവിക്കുന്നത്. പ്രതീക്ഷകൾ വർദ്ധിക്കും, പിന്നെ സമ്പത്തിനോടുള്ള ആർത്തിയും വർദ്ധിക്കും. ഇല്ലാ മാ റഹിമ റബ്ബി, അല്ലാഹു തൗഫീഖ് ചെയ്യുന്ന ആളുകൾ ഒഴികെ. പ്രായമാകും തോറും ഈ അത്യാർത്തിക്കും ദുരാഗ്രഹങ്ങൾക്കും യൗവനമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ അലഖിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, 5 ആയത്ത് കഴിഞ്ഞിട്ട് അല്ലാഹു ഉടനെ പറയുന്നത് കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. കല്ലാ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം. ഇന്നൽ ഇൻസാന ലയത്ഗാ, തീർച്ചയായും മനുഷ്യൻ അക്രമം ചെയ്യും, മനുഷ്യൻ ഉപദ്രവം ചെയ്യും, മനുഷ്യന്റെ വാക്കുകളിൽ നിന്ന് അഹങ്കാരത്തിന്റെ സ്വരങ്ങൾ വരും. എപ്പോൾ? അർആഹു ഇസ്തഗ്നാ, എനിക്ക് അത്യാവശ്യം സമ്പത്തുണ്ട് എന്ന് ഒരാൾക്ക് തോന്നി തുടങ്ങിയാൽ. സമ്പത്തുണ്ടായാൽ പ്രശ്നമല്ല. اللهم اجعل الدنيا في أيدينا ولا تجعلها في قلوبنا. മുഅ്മിനീങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദുനിയാവ് തരണം, സൗകര്യങ്ങൾ വേണം, ഞങ്ങൾക്ക് പൈസ വേണം. എപ്പോ? ഞങ്ങൾക്ക് തരേണ്ടത് എവിടെ? ഫി ഐദീന, കയ്യിൽ തരണം റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തരരുത്. ഹൃദയങ്ങളിലേക്ക് തരരുത് പടച്ചവനെ. വലാ തജ്അലി ദുനിയ ഫി ഖുലൂബിന, ഖൽബ് നിനക്കുള്ളതാണ്, ഹൃദയം നിനക്കുള്ളതാണ്, പക്ഷേ കൈകളിലാവാം. അല്ലാഹുവേ അതിനോടുള്ള സ്നേഹം തരല്ലേ. പക്ഷേ സമ്പത്തുണ്ടെങ്കിലല്ലേ സഹായിക്കാൻ പറ്റൂ, അതുണ്ടെങ്കിലല്ലേ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ പറ്റൂ. അതുകൊണ്ട് അല്ലാഹുമ്മ ജഅലി ദുനിയ ഫി ഐദീന വലാ തജ്അൽഹാ ഫി ഖുലൂബിന. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, കല്ലാ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം. ഇന്നൽ ഇൻസാന ലയത്ഗാ, തീർച്ചയായും മനുഷ്യൻ അക്രമിയായി ജീവിക്കും. അക്രമത്തിൻ്റെ വാക്കുകൾ, അക്രമത്തിൻ്റെ പ്രകടനങ്ങൾ, അക്രമം തോന്നുന്ന, അഹങ്കാരം തോന്നുന്ന പദപ്രയോഗങ്ങൾ വരും. അർആഹു ഇസ്തഗ്നാ,
ഞാൻ എല്ലാറ്റിനും മതിയായവനാണെന്ന ബോധം, ഞാൻ എല്ലാറ്റിനും മതിയായവളാണെന്ന ബോധം ഒരു പെണ്ണിനോ ആണിനോ വന്നാൽ അവരിൽ നിന്ന് അഹങ്കാരം അണപൊട്ടും. അഹങ്കാരമോ ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിൻ കിബ്രിൻ. അഹങ്കാരത്തിന്റെ ഒരു അണുമണിയോളം ഹൃദയത്തിലുള്ളവർക്ക് സ്വർഗം നിഷിദ്ധമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുതലാളിമാരെ അല്ലാഹു പരീക്ഷിക്കുന്നത് സമ്പത്ത് കൊണ്ടാണ്, പാവപ്പെട്ടവരെ പരീക്ഷിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്, രോഗികളുടെ പരീക്ഷണം രോഗമാണ്, ആരോഗ്യമുള്ളവന്റെ പരീക്ഷണം അവന്റെ ആരോഗ്യമാണ്. വിശുദ്ധ ദീൻ ഇതെല്ലാം ആഖിറം നേടിയെടുക്കാൻ എങ്ങനെ സഹായിക്കുമെന്ന് പഠിപ്പിക്കുന്നു. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കൂട്ടം അനുയായികൾ വന്ന കഥ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. നബിയേ, ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. മിൻ ഐന നതസദ്ദഖു വലൈസ ലനാ അംവാൽ. ഞങ്ങൾക്ക് സമ്പത്തില്ലല്ലോ നബിയേ, ഞങ്ങൾ എവിടെന്നാണ് സ്വതക്ക ചെയ്യുക?